പടം ഇറങ്ങിയതിന് ശേഷം നമുക്ക് എന്താണ് പറയാനുള്ളതെന്ന് പറയുന്ന ഒരു വീഡിയോ ആണ് ഇത്. അപ്പം ആദ്യം തന്നെ പറഞ്ഞോ. ആദ്യം തന്നെ നമ്മളെ പടം ഇറങ്ങിയ നിങ്ങൾ അറിഞ്ഞാണ് ഓഗസ്റ്റ് 15 വാഴ റിലീസായിട്ടുണ്ട്. അപ്പോൾ സന്തോഷം, എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്തു, ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തു, വളരെ സന്തോഷമുണ്ട്. ഇനി അതുപോലെ തന്നെ വേണം, ആ സപ്പോർട്ടും എല്ലാം വേണം. சொல்றா പറ. എല്ലാവരും പടം കണ്ട് നമുക്ക് ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയച്ചും പറഞ്ഞു പടം ഇഷ്ടപ്പെട്ടു, നല്ല റെസ്പോൺസ് ആണ് എന്നൊക്കെ പറഞ്ഞു. അതിൽ വളരെ സന്തോഷം. ഓക്കെ ഇപ്പം ഗൈസ്, അപ്പൊ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് സന്തോഷം. നമ്മളിപ്പം സിനിമയിലോട്ട് വന്നു. അപ്പം അതിൻ്റെതായ ഒരുപാട് മാറ്റങ്ങളൊന്നുമില്ല, പഴയ കണക്ക് തന്നെയാണ്. വീഡിയോ ചെയ്യും, നമ്മളെ കാര്യങ്ങളൊക്കെ നോക്കി പഴയ രീതി, വേറെ ഒന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഇടയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ അറിയില്ല. നമ്മളൊരു മേഖലയിലേക്ക് വരുമ്പം അതിൻ്റെതായ ഒരുപാട് പ്രശ്നമുണ്ട്. ആൾക്കാരുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെടും, ഒരുപാട് സംസാരം വരും. എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടെന്ന് പറയാം നമ്മൾ ഈ ചെയ്യുന്നതിൽ. മീഡിയക്കാരെ ഒരിക്കലും നമ്മൾ കുറ്റം പറയില്ല. അവരവരെ തൊഴിൽ ചെയ്യുന്നു, നമ്മളെ തൊഴിൽ ചെയ്യുന്നു. അങ്ങനെ ഓരോരുത്തരും ഓരോ തൊഴിൽ ചെയ്യുക. ഒരിക്കലും ഞാൻ മീഡിയക്കാരെയും കുറ്റം പറയില്ല, ആരെയും കുറ്റം പറയുന്നില്ല. എന്നാലും ഈ മീഡിയക്ക് എന്തുകൊണ്ടാണ് കാര്യം, ഒരു വീഡിയോ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ വരുന്ന ക്യാപ്ഷൻസ് ആണ് പ്രശ്നം. ഹാഷിർ ഓടുന്നത് കണ്ടോ, അലൻ ചാടി, അലൻ പെൺകുട്ടികളെ താരോദയം അലനെ കണ്ടപ്പോൾ പെൺകുട്ടികൾ കണ്ട ഈ വെപ്രാളം, വിനായകനെ കാണാനില്ല, പിന്നെ അജിന് അങ്ങനെ ഓരോന്ന്. അതായത് ക്യാപ്ഷൻസ് ഇടുന്ന, അതായത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ലോജിക്കായിട്ട് പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് അങ്ങനത്തെ ക്യാപ്ഷൻ ഇടുന്നതെന്ന് വെച്ചാൽ ആ ക്യാപ്ഷൻ കണ്ടിട്ട് കയറണം. ഇപ്പം നമ്മുടെ വീഡിയോസും നമ്മളെ കാര്യങ്ങളും ഇതൊക്കെ പോണോണ്ട് ആൾക്കാർ എന്ത് ചെയ്യുന്നുള്ളൂ, മാക്സിമം നമ്മളെ പറ്റി എന്ത് ചെയ്യും, അതായത് ഇങ്ങനെ പറയും. വെറുതെ നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ചു നോക്കുക. അതായത് എന്നെ ഇങ്ങോട്ടൊന്നും ഒരുത്തൻ ചീത്ത വിളിച്ചാൽ എനിക്ക് തിരിച്ച് ചീത്ത വിളിക്കാൻ പറ്റൂ. അതുകൊണ്ട് ചില ആൾക്കാർ ഇടുന്ന ക്യാപ്ഷൻസ് ഒക്കെ അങ്ങനെയാണ്. അതായത് നിങ്ങൾ അതിൻ്റെ അകത്ത് കമന്റ് ചെയ്യണം. ഇപ്പം നമ്മളെ ഫോട്ടോയൊക്കെ തന്നിട്ട് ഏതേലും നല്ല നടന്മാർ, അതായത് വലിയ വലിയ നടന്മാരും വലിയ വലിയ ആൾക്കാരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യും. അപ്പം നടക്കുന്നത് എന്താണ്, ഈ പൊട്ടന്മാർ, അതായത് വിവരം ഇല്ലാത്തവന്മാർ എന്ത് ചെയ്യുന്നറിയോ, അതിൽ കയറിയിട്ട് നമ്മളെ ചൊറിയും. ഇവന്മാരെ ഇതിന് കമ്പയർ ചെയ്യാൻ വേണ്ടി ഇവന്മാർ ആരെങ്കിലും ആയോ? എടാ പൊട്ടന്മാരെ, നിന്നെയൊക്കെ അതിൽ നിന്ന് ഉണർത്താൻ വേണ്ടിയാണ് ഇവന്മാരൊക്കെ അങ്ങനെ ചെയ്യുന്നത്. ആദ്യം സത്യം, ഒരുവിധം വിവരമുള്ളവനൊക്കെ അല്ലേ, അത് അവരെ ജോലിയാണ് അവരങ്ങനെ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും, അതിൽ കയറി ഏറ്റുപിടിച്ചിട്ട് നമ്മളെ അടുത്ത് ഒന്ന് സംസാരിക്കും. അതുമാത്രമല്ല, നമ്മൾ ഇങ്ങനെ ഒരു മേഖലയിൽ വരുമ്പം, നമ്മൾ ഇത്രയും പേരെ അറിയുമ്പം പലതരത്തിലുള്ള ആൾക്കാർ നമ്മളെ സംസാരിക്കുമെന്ന് അറിയാം, അതൊക്കെ നമുക്കറിയാം. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരു വീഡിയോ ഇറങ്ങിയ സമയത്ത് ഇത് ഹാപ്പി മൂഡാണ് കേട്ടോ. ഒരിക്കലും നമ്മൾ അതാണ് ഇതാണെന്ന് നമ്മൾ ഒരു നെഗറ്റീവ് ആക്കില്ല, ഇതിന്റെ ഒരു സൈഡ് പറഞ്ഞിരുന്നേ ഉള്ളൂ അല്ലേ. ഓക്കെ, അത്രേ ഉള്ളൂ. അതായത് ഇപ്പൊ നമ്മളൊരു സാധനം ഇറങ്ങുമ്പോൾ ഒരുപാട് പേര് ചോദിക്കും, ഇവനാരാ ഇവനെ കണ്ടിട്ടില്ലല്ലോ. സത്യം, നിങ്ങൾ പറഞ്ഞുള്ളതാണ്, എന്നെ അറിയില്ല. ദൈവമാണോ നമ്മളെ അറിയാൻ? എല്ലാരും അറിയാൻ ആരാ? അറിഞ്ഞു വരുന്നതേ ഉള്ളൂ, പലരും അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ആരാന്നൊക്കെ ചോദിക്കുന്ന ഉള്ളതാണ്. ചില ആൾക്കാർ അല്ലാതെ ചോദിക്കുന്നതുണ്ട്, അറിഞ്ഞിട്ടും ആരാന്ന്. അപ്പൊ അവർക്കൊരു മാസ് ഫീലിംഗ് അവിടെ വരും. അതൊക്കെ ഓരോ രീതിയിലുള്ള ആൾക്കാർ ഇതാണ്, അതൊക്കെ നമ്മൾ ഉൾക്കൊള്ളുന്നു. അതായത് ആരാൻ ചോദിക്കുക, നിങ്ങൾ അറിയില്ല. കാര്യം നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ വീഡിയോസ് മാത്രമാണ്. അതെ, അതുകൊണ്ട് ഒരിക്കലും എന്റെ വാപ്പാടെയൊക്കെ പ്രായമുള്ള, എന്റെ ഉമ്മയുടെ പ്രായമുള്ള ആൾക്കാർ കൂടുതൽ നമ്മൾ വീഡിയോസ് കാണുന്നില്ല. അപ്പൊ സംശയം വരും. ഇപ്പൊ ഓൺലൈൻ മീഡിയ വഴി ഒരുപാട് വീഡിയോ പോകുമ്പോൾ ആൾക്കാർക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ വരും. അതായത് നമ്മളെന്ന് പറയുന്ന ഒരു ഏജ് ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യുന്ന വീഡിയോയും കുറച്ച് കോമഡി വീഡിയോസ് ഒക്കെ ചെയ്യുന്ന 4 യുവാക്കൾ, അത്രേ ഉള്ളൂ. അതിൽ ഒരുപാട് ആൾക്കാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു. പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് നിങ്ങളടുത്ത് സംസാരിക്കുകയും എല്ലാം ചെയ്യുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ, അത് നമ്മൾ വീഡിയോ കാണുന്ന കുറച്ച് വ്യക്തികൾ. അത് നിങ്ങൾ കാരണമാണ് നമ്മളിവിടെ നിൽക്കുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സന്തോഷമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളൊരു വീഡിയോ, അതായത് നമ്മളെ ടീസർ ആവട്ടെ, ട്രെയിലർ ആവട്ടെ, പോസ്റ്റർ ആവട്ടെ, അതൊക്കെ ഇറങ്ങുമ്പം സത്യം പറയാലോ, അതായത് നമ്മളെ വീഡിയോ ഇറങ്ങിയപ്പം നമ്മളെ കൂട്ടുകാർക്കൊക്കെ എന്ത് സന്തോഷം എന്നറിയോ. നമ്മളെ കൂട്ടുകാരൊക്കെ, അതായത് അവന്മാർ ഷെയർ ചെയ്യും, അവന്മാർ കമന്റ് ചെയ്യുന്നതൊക്കെ കാണണം. അതായത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, നമ്മളെ പേരൊക്കെ പറഞ്ഞ് നമ്മളെ പറ്റി ഇങ്ങനെ ഓരോന്നും പറഞ്ഞൊക്കെ ചെയ്തിടും. പക്ഷെ അതിൽ നിന്നും വലിയ സന്തോഷമുള്ള കാര്യം എന്തെന്ന് അറിയോ, അതിൽ നിന്ന് വലിയ സന്തോഷം എന്ന് വെച്ചാൽ, ഈ പുറത്തുള്ള ആൾക്കാർ, അതായത് പുറത്തുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ
എന്റെ കൂട്ടുകാരല്ല, പക്ഷെ എന്റെ വീഡിയോ കാണുന്ന ആൾക്കാർ ഇത്രയും സപ്പോർട്ട്, നിങ്ങൾ ആ സപ്പോർട്ട് നമുക്ക് തരുന്നതെന്ന് വെച്ചാൽ എന്തോ നിങ്ങളെ കൂടെ ഉള്ള ഏതോ വ്യക്തികൾ സിനിമയിൽ എത്തിപ്പെട്ടു. അതായത് നമ്മളെ കൂടെ പഠിച്ച ആൾക്കാർ സിനിമ എത്തിപ്പെട്ടപ്പോൾ സന്തോഷത്തിൽ ഓരോരുത്തരും ഓരോന്ന് ചെയ്യില്ലേ, അത് നമുക്ക് കിട്ടുന്നുണ്ട്. സന്തോഷമുള്ള വലിയൊരു അംഗീകാരമാണ്. അതായത് ജസ്റ്റ് ഒരു എന്തോ വലിയ ആൾക്കാരെന്നുള്ള ഫീൽ അല്ല, നിങ്ങളെ കൂടെ ഉള്ള ആൾക്കാർ രക്ഷപ്പെടണം. എന്ത് സന്തോഷമാണ് സത്യം പറയാലോ. ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് പേർക്ക് സന്തോഷമുണ്ട്, ഒരുപാട് നല്ല കാര്യങ്ങൾ നടന്ന്. അതുകൊണ്ട് എല്ലാം ഹാപ്പി ആയിട്ട് പോകണം. പിന്നെ വേറെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ ഈ ഒരു മേഖലയിലേക്ക് വരുമ്പോൾ പല ആൾക്കാരും പല അഭിപ്രായം പറയുമെന്നറിയാം. അതായത് ഇതിന്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുമെന്നറിയാം, നമ്മളെ പറ്റി പല രീതിയിൽ വരുമെന്നറിയാം. എല്ലാം മനസ്സിലാക്കിയാണ് ഈ ഫീൽഡിൽ നിൽക്കുന്ന കാര്യം. നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള അഭിപ്രായം വരും. അതാണ് മനുഷ്യരല്ലേ, പലതരത്തിലുള്ള അഭിപ്രായം അതും ഇതും വരും. അതുകൊണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരിക്കലും നിങ്ങൾ ടോക്സിക് കണക്കാവരുത്. എനിക്ക് അങ്ങനെ ഒരു പേടിയുണ്ട്. നിങ്ങൾ നമ്മളെ സ്നേഹിക്കുക, ഒരിക്കലും നമ്മളെ പേരൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ അക്കൗണ്ടിൽ പോയി ചീത്ത വിളിയോ അതോ സത്യം അതൊന്നും ചെയ്യരുത്. അതൊക്കെ ഒരു സമയത്ത് മറ്റുള്ളവരെ പറഞ്ഞ് ചിരിച്ചവരാണ് നമ്മൾ. അപ്പം നമുക്കറിയാം അത് എന്തുമാത്രം തന്നെ. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മൾ തുടങ്ങുന്ന ഓരോ കാര്യങ്ങളും നമ്മളെ വീഡിയോസും അതൊക്കെ നിങ്ങൾ വിജയിപ്പിക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ മാത്രം, നല്ലതാണെങ്കിൽ സപ്പോർട്ട് തരിക. ആ ഒരു പ്രോത്സാഹനമൊക്കെ നമുക്ക് വേണ്ടുള്ളൂ. അല്ലെ അതിൻ്റെ ഇടയിലുള്ള വേറെ ഒന്നും നമുക്ക് വേണ്ട. ദയവേത് കൂടെ നിൽക്കുക. പിന്നെ ഓരോ കാര്യങ്ങൾ പുതിയതായിട്ട് വരുന്നേ ഉള്ളൂ. ചിലപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ പല അബദ്ധങ്ങളും പറ്റാം, പല മണ്ടത്തരങ്ങളും പറ്റാം. അതൊക്കെ നേരിടാനുള്ള ജീവിതമാണ് നമ്മളെ. ഇപ്പം ആദ്യം തന്നെ എല്ലായിടത്തും നന്ദി പറയുന്നു. എല്ലാവരും നന്ദി പറയുന്നു. നമ്മളിവിടെ എത്തിപ്പെട്ടത് എല്ലാം നിങ്ങൾ കാരണമാണ്. കാര്യം വീഡിയോ കാണുന്ന നിങ്ങളെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇവിടെ എത്തിയത്. നിങ്ങളുള്ളതുകൊണ്ട് മാത്രം. അതുകൊണ്ട് എടുത്തെടുത്ത് പറയാണ്. ആ നന്ദി എപ്പോഴും കാണും. താങ്ക് യു. സിനിമ കണ്ട് സിനിമ ഇപ്പം നല്ല നിലയിൽ പോകണം. തിയേറ്ററിലൊക്കെ റെസ്പോൺസ് നമ്മൾ കാണുന്നുണ്ട്. നല്ല സന്തോഷമുണ്ട്. നന്ദി പറയുന്നു. അതെ താങ്ക് യു. ഇവർക്ക് പറയാൻ ഇല്ലാത്തതുകൊണ്ടല്ല, നമ്മൾ അത്ര സംസാരിക്കും. അതെ അതുകൊണ്ടാണ്. ഇപ്പം ഞാൻ ഇവർക്ക് വേണ്ടി എല്ലാം കൂടെ നമ്മൾ സംസാരിച്ചതേ ഉള്ളൂ. നമുക്കെല്ലാം നമ്മൾ ഇരുന്ന് സംസാരിച്ച കാര്യമാണ്. അത് എന്നിലൂടെ പറയുന്നതേ ഉള്ളൂ, അല്ല ഞാൻ മാത്രം പറയുന്നതൊന്നുമല്ല. പിന്നെ പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ദയവേത് നിങ്ങൾ ഫൈറ്റും അങ്ങനെ ഇതൊന്നും വെക്കരുത് ഓൺലൈനിലൂടെ. മനസ്സിലായില്ലേ? സ്വന്തം കാര്യം നോക്കുക. ഇതൊരു എന്റർടൈൻമെന്റ് മാത്രമാക്കി എടുക്കുക. ബാക്കി നിങ്ങളെ ജീവിതം നിങ്ങൾ നോക്കുക. വേറെ ഒന്നും എടുക്കരുത്. നമ്മുടെ ബാക്കി അനൗൺസ്മെന്റ് ഒക്കെ പിന്നെ പറയുന്നതാണ്. താങ്ക് യു. പിന്നെ എന്തെങ്കിലും പറയാനുണ്ടോ? എന്തോ മനസ്സിൽ കിടക്കുന്നത്, എന്തോ തീരാത്താണ് കല്ലേ, എന്തോ ഉണ്ട്. 4 വീഡിയോ ചെയ്യുന്ന 4 ആൾക്കാർ, അതിലുപരി ഒന്നുമില്ല. സത്യം അത്രേ ഉള്ളൂ. സാധാരണ ആൾക്കാർ ഓക്കെ. പിന്നെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ മീഡിയക്കാരെല്ലാം ക്യാമറയും കൊണ്ട് വരുമ്പം കാര്യം അത് പേടിച്ചിട്ടല്ല. നമ്മൾ എന്ത് പറയാനാണ് കാര്യം? ജസ്റ്റ് പറയുക പോവുക, അതേ ഉള്ളൂ കാര്യം. അവിടെ ഒന്നും പറയാനില്ല. പടം കാണാൻ വേണ്ടി വന്നതാ. പക്ഷെ എന്ത് ചെയ്യാൻ, നമ്മൾ നിന്നോടത്തേ പറ്റൂ. അതാണ് നമ്മൾ നിൽക്കുന്ന സാഹചര്യമൊക്കെ അങ്ങനെയാണ്. ഒരിക്കലും ഞാൻ മാധ്യമപ്രവർത്തനം ചെയ്യുന്നവരും ഓൺലൈൻ ചാനൽ ഒന്നും പറഞ്ഞില്ല. എല്ലാവരും തൊഴിലാണ്. എല്ലാവരും തൊഴിൽ നല്ലപോലെ ചെയ്യും. പിന്നെ എനിക്ക് അവരോട് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ദയവേത് നിങ്ങൾ ഒരുമാതിരി വൃത്തികെട്ട ക്യാപ്ഷനൊക്കെ ഇട്ട് ഒരുമാതിരി ആ ഒരു ഇത് എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് മാത്രം പോവുക. അത്രേ ഉള്ളൂ. ഓക്കെ. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തുള്ള എടുത്തു പറയണം. എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ഞാൻ തുടങ്ങിയ സമയം തൊട്ട്, അതായത് ഞാൻ മാത്രമല്ല, നമ്മൾ തുടങ്ങിയ സമയത്ത് നമ്മൾ ടീമിനെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ എത്തിച്ച് ഫേസ്ബുക്കിലെ കുറച്ച് ഗ്രൂപ്പിലൊക്കെ ആൾക്കാരുണ്ട് നല്ലൊരു എഴുതുന്ന ഒരുപാട്. ഫേസ്ബുക്കിൽ